ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനലിലേക്ക് ഫാമിലി വേൾഡ്. ഇന്നത്തെ ഒരു വീഡിയോ നെയ്ച്ചോറുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നെയ്ച്ചോറ് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അടുപ്പിലൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്. ചെമ്പിലേക്ക് ഇത് ആവശ്യത്തിൻ്റെ നെയ്യ്, അതിൻ്റെ കൂടെ ഇച്ചിരി ഡാൽഡയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലും നെയ്യും സമാസമം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് തന്നെ ലഭിക്കും. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം, നമ്മുടെ കുടുംബത്തിൻ്റെ വിജയം കേട്ടോ. അപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ചെമ്പിൽ നമ്മൾ ഡാൽഡയും അതുപോലെ തന്നെ നെയ്യും ഒഴിച്ചിട്ടുണ്ട്. ഡാൽഡയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ അതിലേക്ക് ആവശ്യമായ പട്ട, ഗ്രാമ്പു, പിന്നെ ബേ ലീഫ് കേട്ടോ. വേറെ അധികം മസാലകളൊന്നും ചേർക്കാതെ നല്ല പൂ പോലത്തെ നല്ല വെള്ള കളർ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നല്ല സ്ലൈസായിട്ട്, അതായത് ഞാൻ വറക്കാൻ വെച്ചിരിക്കുന്ന സവോളയാണ്. അതിന് ഇച്ചിരി സവോളയും ഒരു 4-5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് ഇട്ട് നല്ലപോലെ ഒന്ന് ഒരുപാട് കരിഞ്ഞ് മുരിയൊന്നും വേണ്ട, ഒരുപാട് ബോയിലാവേണ്ട, ഒരു ഹാഫ് മീഡിയം ബോയിലായാൽ മതി കേട്ടോ. മീഡിയം വേണ്ട, മീഡിയം ബോയിലായാൽ മതി. എന്നിട്ട് നല്ലപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടാൽ മതി. ഞാനത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് ജസ്റ്റ് നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം നമ്മളിപ്പോൾ അരി ജീരകശാലയാണ് എടുത്തിരിക്കുന്നത്. കൈമ റൈസ് കിട്ടിയില്ല, അപ്പോൾ ജീരകശാല കൊണ്ടാണ് ഞാൻ നെയ്ച്ചോറ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. ജീരകശാലയാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു പാത്രം മീൻസ് 2 കിലോ ഉണ്ടാവും. അപ്പോൾ ഈ പാത്രത്തിലാണ് ഞാൻ അളവെടുത്തത്. ഇതൊരു പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ രണ്ട് പാത്രം വെള്ളമാണ് എടുത്തത്. ഞാൻ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളമാണ് എടുക്കുന്നത്. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട് കേട്ടോ ഈ വെള്ളത്തിലോട്ട്. കാരണം ഉപ്പ് കുറച്ച് കയറി നിന്നാലേ നെയ്ച്ചോറ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 പാത്രം വെള്ളവും അല്പം നാരങ്ങ നീരാണ് കേട്ടോ. നാരങ്ങ നീര് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചോറ് ഒട്ടാതിരിക്കാനാണ് കേട്ടോ. ചോറ് ഒരുപാട് വെന്ത് ഒട്ടാതിരിക്കാനാണ്. പിന്നെ 2 നാരങ്ങയുടെ സ്ലൈസ് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ പിഴിഞ്ഞ നാരങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പം നല്ലപോലെ വെള്ളം വെട്ടി തിളക്കുകയാണ്. ഒരു കാമണിക്കൂറൊക്കെ ആയപ്പോഴേക്കും നല്ലപോലെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വാർന്ന് വെച്ചിരിക്കുന്ന അരി, ജീരകശാലയുടെ വാർന്ന് വെച്ചിരിക്കുന്ന അരി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു തരി പോലും വേസ്റ്റ് ആക്കാതെ ഞാൻ എല്ലാ അരിയും വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം അടിപ്പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം നോക്കാനായിട്ട്. നിങ്ങളിത് അടുപ്പിൽ വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയി നിന്നാൽ പെട്ടെന്ന് അടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അരി ഇട്ടാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് പെട്ടെന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ അടച്ച് വെക്കാൻ നിന്നില്ല. ഞാൻ ആ ഫ്ലോയിൽ തന്നെ ഇളക്കി കൊണ്ടിരിക്കുവാണ് ഇടയിൽ. പിന്നെ ഇച്ചിരി പുതിന നല്ലതാണ്. പുതിനയില ഇട്ടു കേട്ടോ. ഇപ്പം തന്നെ അരി ഏകദേശം ഒരു അരയില്ല, ഒരു 1/4 വേവ് ആവുന്നുണ്ട്. നമുക്ക് ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വെള്ളം അരിയും കൂടി ചേരുമ്പോൾ കുറച്ച് ഹാർഡായിട്ടുണ്ടാവും ഇളക്കാനായിട്ട്. നല്ലപോലെ തീ കത്തുന്നുണ്ട് കേട്ടോ. അടുപ്പിലാണ് നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത്. ഇന്നൊരു സൺഡേ കൂടിയാണ്. സൺഡേ ഈവനിങ് ആണ് കേട്ടോ ഈ കുക്ക് ചെയ്യുന്നത് വീഡിയോ. പെട്ടെന്നൊരു നെയ്ച്ചോറ് കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ചേട്ടൻ അരി മേടിച്ചു തന്നു. അരിയും സാധനങ്ങളൊക്കെ മേടിച്ചു തന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അരി അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയിൽ ഇനി നമുക്ക് ഇളക്കി കൊടുത്ത് നോക്കാം കേട്ടോ. നെയ്ച്ചോറും ബിരിയാണിയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ ബിരിയാണിക്ക് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. നെയ്ച്ചോറ് അങ്ങനെയല്ല, പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ നമുക്ക് നെയ്ച്ചോറ്.
പ്രിപ്പറേഷൻ ആണെങ്കിൽ ഞങ്ങളിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ വന്നു വെച്ചാൽ പെട്ടെന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുക, കാരണം വേഗം ആവുമല്ലോ. ഇപ്പോൾ ഇതാരും നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം അരി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അധികം ഇളക്കാതെ പതിയെ വേണം, സ്പീഡിൽ ഇളക്കാതെ പതിയെ വേണം ഇളക്കാൻ, കാരണം അരി പൊടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കുറഞ്ഞു, അരി വെന്തു. ഏകദേശം ഒരു 70-80% ആയിക്കഴിഞ്ഞാൽ നമുക്ക് ദമ്മിടാം കേട്ടോ. ഞാൻ ഇനി ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഇപ്പം നല്ലപോലെ ആയിട്ടോ. ഇപ്പോൾ ഇതാ നല്ല ഹാർഡായി, ഇപ്പോൾ ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പതുക്കെ ഇളക്കണം. അപ്പോൾ ഞാൻ സ്പീഡ് ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഇത് സ്പീഡായിട്ട് ഇളക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. നെയ്ച്ചോറിൽ അധികം മസാലകളൊന്നും ആഡ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻസ്. കാരണം ഒത്തിരി പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ വാരി വലിച്ചിടുമ്പോൾ ആ മണം കിട്ടും, പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു മത്ത് വരും. പിന്നെ ഞാൻ ഫസ്റ്റ് ഇച്ചിരി വെള്ളം അതിന്ന് മാറ്റി വെച്ചു, കാരണം വെള്ളം ഓവറായാലും ഇനി അരി വെന്ത് പോകുന്നതനുസരിച്ചിട്ട്. അപ്പം ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നല്ലപോലെ കുറുകി വന്നപ്പോൾ ഞാൻ ആ 1 കപ്പ് വെള്ളം ജസ്റ്റ് ഒഴിച്ചു കൊടുത്തായിരുന്നേ. ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തീ അടുപ്പത്ത് കത്തുന്നുണ്ട്, നല്ലപോലെ ഇളക്കി കൊടുക്കാം. പതിയെ ഇളക്കി കൊടുക്കാം, അരി പൊട്ടാത്ത രീതിയിൽ. ഇപ്പോൾ ഏകദേശം കറക്റ്റ് ആ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ദമ്മിടാൻ ആവശ്യമായിട്ട് ആദ്യം 6 kg നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കിലോ അരിയുണ്ട്. അപ്പോൾ ഒരു 150 ഗ്രാം നെയ്യ് മതിയാവും കേട്ടോ ദമ്മിടാനായിട്ട്. അപ്പോൾ ഞാൻ 150 ഗ്രാം നെയ്യാണ് മേലേക്ക് ഇടുന്നത് നെയ്ച്ചോറിൻ്റെ. അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് നമ്മൾ സവോളയൊക്കെ വറുത്തായിരുന്നു, സവോളയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്തായിരുന്നു, മുന്തിരിയൊക്കെ. അപ്പോൾ അതാണ് ഇടാൻ പോകുന്നത് കേട്ടോ. സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടു. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പുതിനയിലയും മല്ലിയിലയുമാണ്. പുതിനയിലയും മല്ലിയിലയും ഇട്ടു കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ദം ചെയ്യാം. ഞാനിവിടെ ഒരു വലിയൊരു അണ്ടാവിൻ്റെ മൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പറ്റിയ ഒരു അടപ്പില്ലാത്തത് കൊണ്ട് വലിയൊരു അണ്ടാവിൻ്റെ മൂടി എടുത്തു. അതിലേക്ക് കനൽ കേട്ടോ, തീക്കനൽ വേറെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് തീക്കനൽ നമ്മൾ ഈ അണ്ടാവിൻ്റെ മൂടിയിലേക്ക് ഇട്ട് ദം ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തായിരുന്നേ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ തുറക്കുന്നത് കേട്ടോ. തുറക്കുമ്പോൾ ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ നെയ്ച്ചോറ് നല്ല മണം വരുന്നുണ്ട്. ഇത് ഞാൻ ഓപ്പൺ ആക്കാവേ. ഇനി പൊട്ടിച്ചെടുക്കാം കേട്ടോ. നെയ്ച്ചോറ് നമുക്കൊരു സൈഡിൽ നിന്ന് പൊട്ടിച്ചെടുക്കാം അല്ലേ. നല്ല മണം. ഞാനട്ടെ വെച്ച് കൊള്ളാം. കറി ഞാനാ വെച്ചത്. നല്ല ഗിരിരാജ കോഴി ഞാനാ വെച്ചത്. പക്ഷെ ഇളക്കിയതൊക്കെ ഞാനാണ്. ഇളക്കിയതല്ലേ. ഇങ്ങനെ ഒട്ടാൻ പാടില്ല കേട്ടോ. കണ്ട ചില നെയ്ച്ചോറുകളൊക്കെ ഒരുപാട് ഒട്ടും. ഇത് കറക്റ്റ് വേവായതുകൊണ്ട് ഒട്ടിയിട്ടില്ല. എങ്ങനെയുണ്ട്? നല്ല ഗിരിരാജൻ കോഴി നെയ്ച്ചോറ് എങ്ങനെയുണ്ട്? നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് എന്ന്. പറയൂ, പറഞ്ഞു പഠിപ്പിച്ചതുപോലെ പറയൂ. നന്നായിട്ടുണ്ടോ? താങ്ക് യു സോ മച്ച്. ഇതാ പപ്പടം, ചിക്കൻ കറി, നെയ്ച്ചോറ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.